ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മേക്കപ്പ് മലയാളം. എൻ്റെ വിളിച്ച് അപ്പോൾ നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ച് വീഡിയോയുടെ രണ്ടാമത്തെ ദിവസമാണിത്. എനിക്കത് അപ്ലോഡ് ചെയ്യാനായിട്ട് ഒരു ദിവസം ഡിലേ ആയിട്ടോ. എനിക്ക് ഇന്നലെ കുഞ്ഞിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നമ്മുടെ ഡേ 2 ആണ് ഞാൻ കാണിക്കുന്നത്. അതായത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മൾ മുടി കോതി കൊടുക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഹെഡ് മസാജിങ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ഓയിൽ മസാജിങ്ങിനെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ അത് നമ്മൾ ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ ചെയ്ത് വെച്ചാൽ മതി. ഇത് നമ്മൾ ഡെയിലി നമ്മൾ 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം വീതം ചെയ്യണം. നമുക്ക് ടൈം എപ്പോഴാണ് കിട്ടുന്നത്? രാവിലെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ രാവിലെ ചെയ്യുക, രാത്രിയിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ രാത്രി ചെയ്യുക. 2 സമയവും നമുക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഇത് നമ്മുടെ മുടിക്ക് നീളം മാത്രം വെച്ചിരുന്നാൽ പോരുള്ളൂ, നമ്മുടെ മുടിക്ക് ഉള്ളും കൂടെ വേണം. എങ്കിൽ മാത്രമല്ല നമ്മുടെ മുടി കാണാനായിട്ട് ഭംഗിയുണ്ടാവുള്ളൂ. അപ്പം നമ്മുടെ മുടിക്ക് ഉള്ളു വെക്കാനുള്ളൊരു ടിപ്പാണിത്, നമ്മളുടെ മുടി കോതി കൊടുക്കുക എന്നുള്ളത്. അപ്പം ഞാനിപ്പം ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 8ാം ക്ലാസ് മുതലാണ് ഞാനിത് ചെയ്യാൻ തുടങ്ങിയത്. അതുവരെ എനിക്ക് അത്ര ഉള്ളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനിത് ചെയ്തതിന് ശേഷമാണ് എനിക്ക് നല്ല ഉള്ള് തോന്നി തുടങ്ങിയത്. അപ്പം ഞാനത് ആ സമയത്ത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഉള്ളില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കിത് ട്രൈ ചെയ്ത്. അപ്പം എൻ്റെ ഫ്രണ്ട്സും ഒക്കെ ചെയ്ത് അവർക്കും മുടിക്ക് ഉള്ളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ മുടിക്ക് നീളം മാത്രമല്ല ഉള്ളും കൂടെ വേണമെങ്കിൽ മാത്രമേ മുടി നല്ല ഭംഗിയിൽ കിടക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ടിപ്പെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ ഹെയർ ഗ്രോത്തിനും അതുപോലെ തന്നെ ഉള്ളു വെക്കാനും ഇത് വളരെ പ്രയോജനകരം. കാരണം ഹെയർ ഗ്രോത്ത് എന്ന് പറയാൻ കാരണം നമ്മളുടെ അവിടെ ഒരു ബ്ലഡ് സർക്കുലേഷൻ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ മുടിക്ക് നല്ല രീതിയിലുള്ള ഗ്രോത്തും ഉണ്ടാകുന്നു. അപ്പം ഇതെല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പം ഈ രീതിയിലും ചെയ്യാം. അതായത് നമുക്ക് ഇൻവേർഷൻ മെത്തേഡിൽ നമുക്ക് ഇതുപോലെ കോതി കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ മുടി ഫ്രണ്ടിലേക്ക് ഇട്ട് കോതുന്നതിനാണ് ഇൻവേർഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ മുടി കോതി കൊടുക്കുക എന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഹെയർ ഗ്രോത്തും ഉണ്ടാകും, അതുപോലെ തന്നെ മുടിക്കുള്ളും വെച്ച് വരുന്നതായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ഡെയിലി 2 പ്രാവശ്യമൊക്കെ വീതം ചെയ്യാവുന്നതാണ്. നല്ല രീതിയിലുള്ള ഹെയർ ഗ്രോത്ത് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു 30 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മുടി വളരാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിലും ഈ രീതിയിൽ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് 2 രീതിയിൽ മുടി കോതി കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിക്ക് ഉള്ളും വെക്കും, അതേപോലെ തന്നെ മുടി നന്നായിട്ട് വളരുകയും ചെയ്യും. അപ്പോൾ ഈ 2 മെത്തേഡ് നമ്മൾ ഡെയിലി ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഹെയർ ഗ്രോത്ത് ഉണ്ടാകും. അപ്പം ഇന്നത്തെ ഒരു ഡേ 2 നമ്മളുടെ ടിപ്പെന്ന് പറഞ്ഞ ഇതാണ്. അപ്പോൾ ഇതും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് 30 ഡേയ്സിനൂടെ നമുക്ക് നല്ല രീതിയിലുള്ള ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നാളത്തെ ടിപ്പുമായിട്ട് വരുന്നിടം വരെ ടാറ്റാ, ബൈ ബൈ.